പ്രിയമുള്ളവരെ, MKM ഗ്രൂപ്പിൻ്റെ അഭിമാന ചാനൽ പരിപാടിയായ ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഓർമ്മച്ചപ്പിൽ ഫ്രാൻസിൽ 17-ാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട്. അദ്ദേഹത്തിൻ്റെ ലഘു ജീവചരിത്രമാണ് ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ പറയുന്നത്. 1769 ഓഗസ്റ്റ് 15-നാണ് അദ്ദേഹം ജനിച്ചത്. 1821 മെയ് 5-ന് അദ്ദേഹത്തിൻ്റെ 52-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണമടയുകയും ചെയ്തു. ഭരണാധികാരി എന്ന നിലയിൽ വളരെ സ്വേച്ഛാധിപരമായിട്ട് ഭരിച്ച ഒരു ചക്രവർത്തിയാണ് നെപ്പോളിയൻ ചക്രവർത്തി. 1789 ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഈ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസ് അരാജകത്വത്തിലേക്ക് വഴുതിപ്പോകുന്ന ഒരവസരത്തിൽ നെപ്പോളിയൻ എന്ന ഭരണാധികാരി ഉയർന്നു വരികയാണ്. അദ്ദേഹം മിലിറ്ററി സ്കൂളിൽ വെച്ച് പഠിക്കുമ്പോൾ എയർഫോഴ്സിലാണ് അദ്ദേഹം കൂടുതലും പരിശീലനം നടത്തിയത്. ഒരു സൈനികനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്രാൻസിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നത്. പക്ഷേ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നെപ്പോളിയൻ എന്ന ചക്രവർത്തി അദ്ദേഹം ചക്രവർത്തിയാണെങ്കിലും മനസ്സിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ ദുഃഖങ്ങളും അതുപോലെ തന്നെ പ്രണയവും ഒക്കെ നിഴലിച്ചു നിൽക്കുന്നുണ്ട്. അദ്ദേഹം വിവാഹം കഴിച്ചത് ജോസഫൈൻ എന്ന ഒരു പ്രഭുവിൻ്റെ ഭാര്യയാണ്. ബോണപാർട്ട് അദ്ദേഹത്തെ ഫ്രഞ്ച് വിപ്ലവകാരികൾ ഗില്ലറ്റിൽ വെച്ച് കൊല്ലുകയാണ്. അതിനുശേഷം ഭർത്താവ് മരിച്ച ശേഷം ജോസഫൈൻ നെപ്പോളിയനുമായിട്ട് പരിചയപ്പെടുകയാണ്. ജോസഫൈനെ പറ്റി പറയുകയാണെങ്കിൽ 2 മക്കളുണ്ട്. ഒന്ന് 15 വയസ്സുള്ള ഒരു ആൺകുട്ടി, രണ്ടാമത്തേത് 13 വയസ്സുള്ള പെൺകുട്ടി. 15ഉം 13ഉം വയസ്സുള്ള മക്കളുണ്ടായിരുന്ന ജോസഫൈനാണ് നെപ്പോളിയനെ പ്രണയിച്ചത്. ദമ്പതിമാർക്ക് മക്കൾ പിന്നീട് ജനിച്ചില്ല. അതുകൊണ്ട് നെപ്പോളിയൻ തൻ്റെ വിവാഹബന്ധം വേർപെടുത്തുകയാണ്. വിവാഹബന്ധം വേർപെട്ടെങ്കിലും ജോസഫൈന് അവരുടെ മരണം വരെ നെപ്പോളിയനെ പ്രണയിച്ചിരുന്നു എന്നാണ് സത്യം. പ്രണയത്തിൻ്റെ ആ ശക്തി. ഇനി തൻ്റെ ബോണപ്പാർട്ട് എന്ന കുടുംബ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി മേരി ലൂയിസ് എന്ന ഓസ്ട്രിയയിലെ രാജാവിൻ്റെ മകളെ വിവാഹം കഴിക്കുകയാണ്. അതിൽ 2 മക്കൾ ജനിക്കുന്നുണ്ട്. നെപ്പോളിയൻ 2-ാമനും നെപ്പോളിയൻ 3-ാമനും. തൻ്റെ സാമ്രാജ്യം വിപുലീകരിക്കാൻ വേണ്ടി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ നെപ്പോളിയൻ ആക്രമിച്ച് കീഴടക്കുകയാണ്. ഒടുവിൽ സഖ്യകക്ഷികൾ ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ വന്ന് നെപ്പോളിയനെ വാട്ടർലൂ എന്ന സ്ഥലത്ത് വെച്ച് പരാജയപ്പെടുത്തുകയാണ്. വാട്ടർലൂ സമ്പൂർണ്ണ പരാജയം നെപ്പോളിയൻ അവിടെ വെച്ച് ഏറ്റുവാങ്ങിയാണ്. ഈ വാട്ടർലൂ അന്ന് നെതർലൻഡ്സിലാണ്, ഇന്ന് ബ്രസൽസിലാണ്. ഈ വാട്ടർലൂ ആണ് പിന്നീട് ഇംഗ്ലീഷ് വാക്കായിട്ട് വന്നു സമ്പൂർണ്ണ പരാജയം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി വാട്ടർലൂ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അദ്ദേഹത്തിനൊരു പോളിസി ഉണ്ടായിരുന്നത് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളത്. എന്തും സാധ്യമാണ്, പരിശ്രമിച്ചാൽ എന്തും സാധ്യമാണ് എന്നുള്ളൊരു സന്ദേശം നെപ്പോളിയൻ ചക്രവർത്തി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതാണ് നെപ്പോളിയൻ.